ആദില പെട്ടു. ശരിക്കും ആദില കാരണം നൂറയും കൂടി ആകെ ഒരുമാതിരത്തെ അവസ്ഥയിരിക്കുകയാണ്. ആദിലയാണ് കയറി ഈ പറയുന്ന പോലെ ഷാനവാസിന്റെ വിഷയം ഏറ്റുപിടിച്ചതും വൃത്തികെട്ട കാർഡ് നെവിൻ ഇറക്കുന്നെന്ന് പറഞ്ഞതും അത് ഷാനവാസിന്റെ ചോദിച്ചിട്ട് പെർമിഷൻ ചോദിച്ച് ഈ കാര്യമെല്ലാം പറഞ്ഞതും പ്രശ്നം തുടങ്ങി വെച്ചതും ആദിലയാണ്. ഷാനവാസ് ഈ കാര്യം അറിയാമെങ്കിലും ഒരിടത്തും ഇത് മിണ്ടാതെ അനങ്ങി പതുങ്ങി ഇരിക്കുമായിരുന്നു. ഇത് ആദില പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇപ്പൊ ഷാനവാസിന് കൂടെ ആകെ മൊത്തം വെനയായിരിക്കുന്നത്. ഇപ്പൊ ഈ സാധനത്തിനകത്ത് ആദിലയാണ് പെട്ടത്. ഓടി നടന്ന് എല്ലാവരുടെ അടുത്തും നെവിൻ അങ്ങനെയല്ലേ, നെവിൻ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് ഇപ്പൊ എല്ലാവരും കൂടി അത് തുറന്നു പറഞ്ഞ് ഇന്ന് ബിന്നിയും അക്ബർ മനുവും കൂടി കത്രിക പൂട്ടിട്ട് ആദിലയെ പൂട്ടി ആദിലയുടെ പരദൂഷണവും ഏഷണിയും പലയിടത്തും പറഞ്ഞ് പ്രശ്നങ്ങൾ ഇറക്കി വിടുന്നതും കുത്തിത്തിരിപ്പും എല്ലാം കൈയോടെ പിടിച്ചു. പക്ഷേ ആദിലയെ പിടിച്ച് അടിച്ചൊതുക്കിയപ്പോഴത്തേക്കും നൂറ മെന്റലി നല്ല ഡൗൺ ആയി. ആകെ മൊത്തം നൂറയെ ഇപ്പൊ എല്ലാവരും നമ്മളെ എടുത്ത് പൂഷുന്നു എന്ന അവസ്ഥയിലാണ് നൂറ നിൽക്കുന്നത്. ശരിക്കും ആദിലയാണ് പൂഷിയത്, നൂറയെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അഫക്റ്റ് ചെയ്തത് ഈ പറയുന്ന പോലെ നൂറയ്ക്കാണ്. ദെൻ ഷാനവാസും നെവിനുമായിട്ടുള്ള അടികളും വഴക്കുകളും ഒന്നും തീർന്നിട്ടില്ല. ആ അടികളും വഴക്കുകളും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ജീവിതം വെച്ചുള്ള തീക്കളി. നാളെ നമുക്കറിയാം എന്ത് വിധി പറയുന്നുള്ളത്. ഷാനവാസിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നാണ് ഈ പറയുന്ന പോലെ പറയുന്ന കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റൂല, നാളെ എന്താണെന്ന് പറയുന്നതിന് വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. മാത്രവുമല്ല ഷാനവാസ് ഈ പറയുന്ന പോലെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. എനിക്കൊരു വ്യക്തിത്വം ഉണ്ടെന്ന് പറയുകയാണ്. നാളെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഷാനവാസിന്റെ മുകളിൽ കുറ്റം തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്ത് വരെ പോകാനുള്ള സാധ്യത ഞാൻ അവിടെ കാണുന്നുണ്ട്. ക്വിറ്റ് ചെയ്ത് പോവാം, ചിലപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് എതിർക്കാം, ചിലപ്പോൾ നെവിനെ അടിച്ചിട്ട് പോവാം. ഇതിന് മൂന്നിനുമുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ വിഷയം നാളെ എങ്ങനെ വീക്കെൻഡിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അറിയത്തില്ല. ഒത്തിരി നമ്മൾ കാത്തിരിക്കുന്ന ഒരു വീക്കെൻഡാണിത്. ഓക്കെ, ഷാനവാസ് ജീവിതം വെച്ചുകൊണ്ട് ഗെയിം കളിക്കുകയാണ്. ശരിക്കും ഇത് നെവിനെതിരെയുള്ള ഗെയിമായിട്ട് പ്രയോഗിച്ചു. ഇതിന് ചുക്കാൻ പിടിച്ചത് ആദിലയാണെന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ആദില നെവിൻ്റെ അടുത്ത് വൃത്തികെട്ട കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് വൃത്തികെട്ട കാർഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഷാനവാസിന് ഈ കാര്യം നീ പറഞ്ഞോ എന്ന് പറയേണ്ടി വരുന്നതും തുടർന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നതും. സോ ഷാനവാസിന്റെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇനി ഷാനവാസ് വിക്ടിം ആണെങ്കിൽ നെവിൻ തീർന്നു. ബിഗ് ബോസ് കൊണ്ട് നെവിൻ്റെ ലൈഫ് തൊലഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നെവിൻ കണ്ടിന്യൂസ്ലി ഈ കേസിന്റെ പിറകെ ഷാനവാസിന്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളെപ്പോലെ വൃത്തികെട്ട ചീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ദെൻ ബിന്നി, അക്ബർ, അനുമോൾ ഇവരുടെ പിന്നാലെ നടന്ന് ആദില ചോദിച്ച വിഷയങ്ങളെല്ലാം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പോയിന്റ് വൈസ് പറഞ്ഞ് ആദിലെ പൂട്ടി. ജയിൽ നോമിനേഷൻ എന്ന് ഷാനവാസിനും റനയ്ക്കും വന്നു. എന്തുകൊണ്ട് അവരെ ജയിലിൽ വിട്ടില്ല? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ എന്തുകൊണ്ടാണ് ജയിലിൽ വിടാത്തതെന്ന്? ഷാനവാസ് ഈ പറയുമ്പോൾ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഷാനവാസ് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയിട്ടുണ്ട്. മെഡിക്കൽ റൂമിൽ എന്തോ പോയി അവിടെ നിന്ന് ടാബ്ലറ്റ് എല്ലാം കൊടുത്ത് തിരിച്ച് വിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേര് വന്ന് ആക്കി. അതുകൊണ്ടാണ് ഇന്ന് ഷാനവാസിനെയും ഈ പറയുന്ന റനയും കൂടെ പിടിച്ച് ജയിലിൽ ഇടാത്തത്. മിക്കവാറും നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ പിടിച്ച് ജയിലിൽ ഇടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ജയിൽ നോമിനേഷനിൽ വന്നവരാണ് ഇവർ രണ്ടുപേരും. ഓക്കെ, ജയിൽ നോമിനേഷൻ നടന്നിട്ടില്ല. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഔട്ട് ആവാൻ പോകുന്ന ആൾ പോലും ഈ പറയുന്ന പോലെ ഒരു വമ്പൻ ട്വിസ്റ്റ് ആയിരിക്കും നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത്. ആകെ മൊത്തം ഇളകി മറിയുന്ന ഒരു പക്ഷേ നാളെ റീ എൻട്രി ഉണ്ടാവാം. ബിൻസിയുടെയോ അപ്പാനിയുടെയോ റീ എൻട്രി നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറയുന്ന പോലെ നാളെ നമ്മൾ പല സാധനങ്ങളും കട്ട് ചെയ്ത് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ബിക്കോസ് അവിടെ നടക്കുന്ന വിഷയം ഭയങ്കര രൂക്ഷമായിരിക്കും. എന്തായാലും ഷാനവാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഈ വിഷയം വഷളാകുമ്പോൾ ചിലപ്പോൾ പല സാധനങ്ങളും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോവും. പലതും കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നാളെ ചെന്നൈയിലും മലയാളം ബിഗ് ബോസിന്റെ ഇത് കാണാൻ പോകുന്ന ഓഡിയൻസ് ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുക. കാരണം നിങ്ങൾ കാണും പോലെ എന്തായാലും നാളെ നമുക്ക് ടി വിയിൽ കാണാൻ പറ്റത്തില്ല. കുറെ സാധനങ്ങൾ കട്ട് വരും. ബിക്കോസ് ഇതെങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും? ഇമാതിരി നാറിയ കേസ് വന്ന് ലാലേട്ടൻ ഡിസ്കസ് ചെയ്യുന്നത്. ലാലേട്ടന് നാളെ ഒറ്റയ്ക്കുള്ള പ്രൊമോ വരട്ടെ, അപ്പൊ നമുക്കറിയാം ലാലേട്ടനെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്നുള്ളത്. മിക്കവാറും നാളെ ഔട്ടാവാൻ പോകുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അൺഫെയർ തന്നെ ആയിരിക്കും. നാളെ അൺഫെയറിൽ ആരെങ്കിലും തെറിച്ചു പോകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സാബുമാനെ അടിച്ച് വെളിയിൽ കളയുന്നതാണ് ഒരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ. പക്ഷെ സാബുമാൻ അവിടെ നിൽക്കുകയും ചെയ്യും. റനയോ നെവിനോ ബിന്നിയോ ഒക്കെ തന്നെ ദൂരേക്ക് തെറിച്ച് വീഴുകയും ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത് നാളെ. എനിക്ക് അങ്ങനെ തോന്നുന്നു. കാരണം ഇപ്പൊ അൺഫെയറോട് അൺഫെയർ ആണല്ലോ. പിന്നെ ഇന്ന് ജിഷിന്റെ വിഷയം നിങ്ങൾ കണ്ടു കാണും. ജിഷിന്റെ വിഷയത്തിൽ ഭയങ്കരമായി ജിഷിൻ അതിനകത്ത് ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കണ്ടന്റ് ആക്കി എപ്പിസോഡ് തൂക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസിനെ തൂത്ത് സൈഡിലോട്ട് കൂട്ടുകയാണ് ഒനിയിലും അക്ബറും കൂടെ ചേർന്നിട്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ബിഗ് ബോസ് സീസൺ 7 ഡേ 47 സെപ്റ്റംബർ 19 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്.
വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് സോങ് നമ്മുടെ വാളയാർ പരമശിവം റൺവേയിലെ മ്യൂസിക് ആണ്. ആദിലയും അനീഷും കൂടെ ആയിട്ട് രാവിലെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ അനീഷിന് കിട്ടണമെന്ന് പറയുന്നു. അപ്പൊ ആദില തരാൻ പറ്റില്ല, ഞാൻ പറയുന്ന ജോലി തന്നെ കൊണ്ട് എടുപ്പിക്കാൻ എനിക്ക് അറിയാമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ശരിക്കും ആദിലയ്ക്ക് ഇത് പറയാൻ ഒരു റൈറ്റ്സും ഇല്ല. ബിക്കോസ് ആദില കഴിഞ്ഞ ആഴ്ച അനീഷ് ആയിരുന്നു ക്യാപ്റ്റൻ, ഇവര് വെസലിലായിരുന്നപ്പോ. അപ്പൊ വെസൽ കഴിവ് ആദില എന്ന് പറഞ്ഞ ആദിലയുടെ പിറകെ നടന്നിട്ടും ആദില ഞാൻ വരത്തില്ല, നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല, എനിക്ക് അറിഞ്ഞ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ ആളാണ് ആദില. ഇപ്പൊ ആദില ലീഡർ പൊസിഷനിൽ വന്നപ്പോൾ ആദിലയ്ക്ക് നിർത്തി ചെയ്യാനുള്ള ഒരു യോഗ്യതയും അർഹതയും ഇല്ല. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച കാണിച്ച സ്റ്റാൻഡ് അല്ല ഈ ആഴ്ച ആദില കാണിക്കുന്നത്. അനീഷിന് പറയാമായിരുന്നു, നീ കഴിഞ്ഞ ആഴ്ച കാണിച്ച തോന്നിവാസം ഞാനും കാണിക്കാം, ഞാൻ ചെയ്യത്തില്ല എന്ന് അനീഷിന് പറയാമായിരുന്നു. പക്ഷെ അനീഷ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂടി ആർക്കൊക്കെ ഏതൊക്കെ പോർഷനാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതാണ് എനിക്ക് അറിയേണ്ടതെന്നാണ് പറഞ്ഞത്. അതുവരെ ഒരുമാതിരി. മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു കാര്യം, ആദില കംപ്ലീറ്റ്ലി അനീഷിനെ കാണുമ്പോൾ കൊഞ്ഞണം കുത്തുക, ഭയങ്കരമായി മോശം വേർഡുകൾ വിളിക്കുക, ഈ സാധനങ്ങളൊക്കെ ആദില ഇത്തിരി കുറയ്ക്കുക. കഴിഞ്ഞ ആഴ്ച നല്ല പോസിറ്റീവായിട്ട് വന്നു. റിയാസും ശോഭയും വന്ന് എന്തൊക്കെയോ ചെവിയിൽ ഊതി കൊടുത്തപ്പോഴത്തേക്കും വീണ്ടും നെഗറ്റീവിന്റെ പട്ടത്തിലോട്ട് കയറിപ്പോയി. ഈ നൂറയ്ക്ക് ഒരു കുഴപ്പമില്ല, ആദിലയ്ക്കാണ് ഇത്രയും പൊട്ടി കയറി പോകുന്നത്. അത് വൻ വിഷയമായിട്ട് മാറും അവസാനം. ആദിലയ്ക്ക് തന്നെ ഇപ്പോൾ ഒത്തിരി നെഗറ്റീവ് ഇന്നലെ ഇന്നും കൊണ്ട് മാത്രം വന്നിട്ടുണ്ട്. ദെൻ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് മിക്കുള്ളവരും ഷാനവാസിന്റെ പേര് തന്നെയാണ് പറയുന്നത്. ഒന്ന് രണ്ട് പേര് അനീഷിന്റെ പേരെടുത്ത് പറയുമ്പോൾ അനീഷ് അവിടെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്ത് നോമിനേഷൻ ചെയ്യാൻ പോലും പറ്റാത്ത ലെവലിലോട്ട് 1.5 മണിക്കൂർ നീണ്ട് ജയിൽ നോമിനേഷൻ പോകുന്നുണ്ട്. ഈ ജയിൽ നോമിനേഷൻ അകത്ത് വെച്ചിട്ട് അവിടെ ആദില പറയുന്ന റീസൺ, ആദില അവിടെ പബ്ലിക്കലി സോറി പറയുന്നുണ്ട്. ഞാൻ നെവിനെ ഞാൻ മലയാളത്തിൽ പറയാം, അതോടെ എനിക്ക് കിട്ടൂല ഇംഗ്ലീഷിൽ. നെവിനെ ഞാൻ എന്താ പറയാ, അയ്യോ മലയാളവും കിട്ടുന്നില്ലല്ലോ, തെറ്റിദ്ധരിച്ചത് കൊണ്ട് ഞാൻ ഈ കേസിൽ മാപ്പ് പറയുന്നു. പക്ഷേ ഞാൻ ഷാനവാസിക്ക് അടുത്ത് ചോദിച്ചിട്ടാണ് ഈ കേസ് വന്ന് പറഞ്ഞതെന്ന് പറയാണ്. ശരിക്കും ആദില ഇവിടെ കാണിച്ചത് ഡബിൾ സ്റ്റാൻഡ് ആണ്. ബിക്കോസ് ആദില ഈ പ്രശ്നം മല്ലിയല വിഷയത്തിൽ നെവിനും ഷാനവാസും കൂടെ വഴക്ക് കൂടിയപ്പോഴത്തേക്കും ആദിലയും നൂറയും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തു. ഷാനവാസ് പാത്രം തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പെങ്ങളൂട്ടി കാർഡ് ഇറക്കരുത് എന്ന് നെവിൻ പറഞ്ഞപ്പോഴത്തേക്കും ആദില പറഞ്ഞു, നിന്നെ പോലെ വൃത്തികെട്ട കാർഡ് നമ്മൾ കളിച്ചില്ല എന്ന്. അപ്പൊ ഷാനവാസിന്റെ അടുത്ത് നെവിൻ കാണിച്ചിട്ടുള്ള ആ വൃത്തികേട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ് ഈ കാര്യം ആദിലയുടെ അടുത്ത് പറഞ്ഞപ്പം ഈ കാര്യം ഷാനവാസ് നെവിന്റെ അടുത്ത് ആ സമയം വരെയും ചോദിച്ചിട്ടില്ല. ആദിലയാണ് വൃത്തികെട്ട കാർഡെന്ന് പറയുന്നത്. പിന്നീട് വൃത്തികെട്ട കാടെന്താ, നാറിയ കളി എന്താ ഞാൻ കളിച്ചതെന്ന് വീട് മൊത്തം ഈ പറയുന്ന നെവിൻ തിരക്കി നടന്നപ്പം ആദിലയ്ക്ക് ഈ സാധനം വെളിപ്പെടുത്തണം, എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ള സാധനം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെളിപ്പെടുത്തിക്കോട്ടെ. അപ്പം ആദില ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് തെളിയിക്കാനും ആദിലയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നും അതിന്റെ വിക്ടിം ഞാനാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഷാനവാസ് അതിന് പെർമിഷൻ കൊടുത്തത്. ആദില പോയി ഈ സാധനം നോമിനേഷനിൽ കലക്കി. ആരുടെ തെറ്റ്? ജഡ്ജ്മെന്റിലായത് ആരുടെ തെറ്റ്? ആദിലയുടെ തെറ്റ്. ആദില അത് പറയാൻ പോകുമ്പോൾ ജീവിതം വെച്ചുള്ള തീക്കളിയാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പൊ പ്രശ്നങ്ങൾ വഷളായപ്പോൾ എല്ലാം ഷാനവാസിന്റെ തലയിൽ. ഷാനവാസ് പറഞ്ഞിട്ട് ഷാനവാസ് ചെയ്തിട്ട് അത് എന്ത് കോപ്പില രീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഇവിടെ പൊളിഞ്ഞ ആരുടെ സ്റ്റേറ്റ്മെന്റുകളാ, ആരുടെ നിലപാടുകളാ പൊളിഞ്ഞത്? ആദിലയാണ് തകർന്നടിഞ്ഞ് വീണത്. നൂറയും അതിൽ നന്നായിട്ട് അഫക്റ്റ് ആവുന്നുണ്ട്, നൂറയ്ക്കും. അപ്പൊ ഈ സാധനം ആദില വന്ന് പ്ലേറ്റ് മറിച്ച് പറയുമ്പം ബിന്നി ആയിക്കോട്ടെ, ബിന്നി ഇത് വന്ന് നേരെ തിരിച്ച് കമത്തിയിടുന്നു. എന്തുകൊണ്ട് നിനക്ക് ഇതുപോലെ നേരത്തെ ഈ ബുദ്ധി തോന്നിയില്ല? ഈ പറഞ്ഞ പോലെ ഷാനവാസിക്കടുത്ത് നീ ചോദിച്ചു എന്നോടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പബ്ലിക്കലി ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഇങ്ങനൊരു വിഷയം വന്നപ്പോഴത്തേക്ക് ഒളിച്ചു വെച്ച് പാത്തല്ല നോക്കേണ്ടതെന്ന് പറഞ്ഞ് ബിന്നി സ്കോർ ചെയ്യുന്നു. അപ്പോഴാണ് അനു, അക്ബർ, ബിന്നി ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. അനുവിൻ്റെ അടുത്തും അതുപോലെ തന്നെ ബിന്നിയുടെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുത്ത് നെവിൻ മോശമായിട്ട് ഇടപഴകിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അവൻ ഡാൻസ് കളിക്കുമ്പോൾ ഇടപെടുമ്പോൾ മുട്ടുമ്പോൾ ഒരുമുമ്പോൾ എന്നൊക്കെ. അത് ശരിക്കും ആദിലയുടെ അടുത്ത സ്റ്റാൻഡ് പുറത്തു വന്നു. നെവിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നെവിന്റെ സെക്ഷുവാലിറ്റി ചോദിച്ചിട്ടില്ല, എനിക്ക് അതിന്റെ കാര്യമില്ലെന്നൊക്കെ ആദില പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട് നെവിന്റെ സെക്ഷുവാലിറ്റി പറയുന്ന ആദില ചോദിക്കുന്നത്. എന്റെ ചെവിയിൽ പറ എന്ന് പറഞ്ഞ് നെവിൻ കട്ടിലെ മോള് ഇങ്ങനെ 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസമാണ് ഈ സാധനം നടക്കുന്നത്. അപ്പൊ നെവിന്റെ അടുത്ത് ഈ കേസ് ചോദിക്കുമ്പോൾ എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിനെ നേരെ പ്ലേറ്റ് മറിച്ച് ഇടുന്നുണ്ട്. അത് അവിടെ ആരും കണ്ടുപിടിക്കുന്നില്ല. പക്ഷേ ബിന്നിയും
അപ്പൊ അക്ബർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ആദിലക്ക് ഇത്ര ജിജ്ഞാസ, ബാക്കിയുള്ളവരുടെ ഈ കേസ് കണ്ടുപിടിക്കാൻ, സെക്ഷുവാലിറ്റി കണ്ടുപിടിക്കാൻ അത്ര ജിജ്ഞാസ എന്നു ചോദിച്ച് ആദിലെ പൊളിച്ച് തീർത്ത് വിടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അഭിലാഷും ഒനീലും കൂടി വന്ന് അവരും ഷാനവാസും കൂടെ വഴക്കായി വമ്പൻ വിഷയമായി മാറി. അവിടെ ഷാനവാസ് അഭിലാഷാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് പറയുന്നു, ആദിലയാണ് ഇവിടുത്തെ യക്ഷി എന്ന് പറയുന്നു. അങ്ങനെ വൻ വിഷയം അതിനകത്തൂടെ നടക്കുന്നുണ്ട്. അവിടെയും ഷാനവാസിന്റെ പേരിൽ ആദില കയറി എന്ത് ചെയ്യാൻ പോയി, ന്യായീകരിക്കും. ആദില നെവിന്റെ ആദ്യം ഷാനവാസിന്റെ കൂടെ നിന്നു, ഇപ്പൊ നെവിന്റെ കൂടെ നിന്നു. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ വിക്ടിമാണ് എന്ന് തെളിയിക്കാൻ പോയി. ഇപ്പൊ ആര് പെട്ടു? ആദിലയുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിയിൽ വന്നു, എല്ലാം വെളിയിൽ വന്നു. ദെൻ പിന്നീടാണ് ഈ പറയുന്നത് പോലെ ജയിൽ നോമിനേഷനിലേക്ക് ഷാനവാസും റെനയാണ് സെലക്ട് ആയിട്ടുള്ളത്. പക്ഷേ അവരെ ജയിലിൽ വിട്ടിട്ടില്ല. അതിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. കിച്ചണിലെ ഇഷ്യൂ നടക്കുന്നത്, ഈ നിങ്ങൾ ആ ഇഷ്യൂ കണ്ടിട്ടുണ്ടാവും. അവിടെ ജിഷിൻ ആവശ്യമില്ലാതെ പൊട്ടിത്തെറിക്കുകയാണ്. ജിഷിന്റെ അവിടുത്തെ ഈ പറയുന്ന ഡിമാൻഡ് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ വെജ് കഴിക്കുന്ന ആളാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നോൺ വെജ് നിങ്ങൾ വെക്കുന്ന സമയത്ത് എന്റെ വെജ് ഉണ്ടാക്കാൻ എന്നെ അനുവദിക്കണം. അത് നടക്കൂല ജിഷിനെ. ഈ പറയുന്ന പോലെ ജിഷിന് കയറി എല്ലാ ദിവസവും 24 മണിക്കൂറും കയറി അവിടെ കിച്ചണിലെ പെറ്റി അടക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ഡിമാൻഡ് വെക്കാമായിരുന്നു. നോൺ വെജ് നിങ്ങൾ വെക്കുന്ന ദിവസം നോൺ വെജ് വെച്ച കൈ കൊണ്ട് വെജ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അത് നിങ്ങൾ പറഞ്ഞ കാര്യം ന്യായമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം വെജ് വെച്ചിട്ട് വെജിന്റെ കറികൾ വെച്ചിട്ട് നോൺ വെജ് വെച്ച് കഴിഞ്ഞാൽ വേറെ വിഷയമില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഒതുക്കി വിടാനുള്ളത് പട്ടിണിയും സമരവും ഒക്കെ ആയി. ഒനീലിന്റെ വായം തുറന്ന് ഒനീൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ജിഷിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒനീലിന്റെ ലാംഗ്വേജ് വല്ലതും തരുന്നെങ്കിൽ നക്കിക്കൊണ്ട് പോകണം. പിന്നെ ഈ പറഞ്ഞതുപോലെ നിനക്ക് കയറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതും കുറച്ച് കടന്നുപോയി. അവിടെ അക്ബർ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇന്നല്ല എന്ന രീതിക്ക് കുറച്ച് മാന്യമായിട്ട് നിന്ന പോലെ എനിക്ക് അക്ബറിന്റെ ഇതിൽ ഫീൽ ചെയ്തു. പക്ഷെ അവിടെ ജിഷിൻ എന്ത് ചെയ്തു, ഈ പറയുന്ന ആഹാരത്തിനെ തന്നെ മറ്റൊരു ഗെയിം ആക്കി മാറ്റി അതിനെ കറക്റ്റ് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ജിഷിന്റെ ഭാഗത്ത് ന്യായം വരുന്ന രീതിയിൽ കണ്ടന്റ് ആക്കി മാറ്റി പുറത്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നു. സിമ്പിൾ ടാസ്ക് ആണ്. റോക്കറ്റ് പോലും പറത്താൻ അറിഞ്ഞുകൂടാത്ത കണ്ടസ്റ്റൻസ്. ഇതിനകത്ത് വളരെ ശോകമായിരുന്നു. ഒനീൽ ജയിച്ചു. ഒനീൽ ഇനി അടുത്ത ആഴ്ച എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടു തന്നെ അറിയാം എന്താവും എന്നുള്ളത്. ദെൻ അതിനുശേഷമാണ് നൂറയുടെ കരച്ചിൽ. ബിക്കോസ് ഓഫ് ആദില ഇവിടുത്തെ വിഷയങ്ങൾ ഉണ്ടാക്കി. ആദിലയും നൂറയും അങ്ങനെയാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പം ഈ പറയുന്ന അലിഗേഷൻസ് വരുമ്പം നൂറയുടെ മുകളിൽ കൂടിയാണ് അലിഗേഷൻ വന്ന് പെടുന്നത്, ആദിലെ പറയുന്നത്. അപ്പം നൂറയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നൂറ അവിടെ ആദിലെ വിട്ടു കൊടുക്കുന്നില്ല. അവിടെ നൂറ എന്ത് ചെയ്യുന്നു, നമ്മളാർക്കും ഇഷ്ടമല്ല, നമ്മളാർക്കും കണ്ടുകൂടാ, നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നു, നമ്മുടെ ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞാൽ ദിയാസനെ മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല എന്നൊക്കെയുള്ള സാധനങ്ങൾ ആദില ചെയ്യുന്നു. നൂറ പറയുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഈ ആദില ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഷ്യൂസ് കാരണമാണ് ഈ പറയുന്ന നൂറയ്ക്കും കൂടി ഇങ്ങനെ ഒരു മെന്റലി നല്ല ഡൗൺ ആണ് നൂറ. നൂറയും ആഹാരം കഴിക്കാതെയൊക്കെ പട്ടിണി സമരത്തിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, വൈകുന്നേരം കുക്കീസിന്റെ വിഷയം വരുന്നു. കുക്കീസിന്റെ വിഷയത്തിൽ നെവിൻ കയറി ആവശ്യമില്ലാതെ അടുത്ത ഫുഡ് അടിച്ചു മാറ്റി കുക്കീസ് ഒക്കെ ഉണ്ടാക്കുന്നു. അതിന്റെ പേരിൽ നെവിനും ഷാനവാസും കൂടെ വമ്പൻ യുദ്ധം നടന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചറ വർത്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചറ വർത്താനം, ടൈഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനും ഷാനവാസും അതുപോലെ നെവിനും എന്റെ തന്തയുടെ പ്രായമുണ്ട് നിങ്ങൾക്ക്, അതുപോലെ നിങ്ങളുടെ മുടി നരച്ചത് കറുപ്പിക്കാൻ നാണമില്ലേ, അപ്പൊ നീ എൻ്റെ അടുത്ത് കാണിച്ച വൃത്തികേടോ എന്ന് ചോദിക്കുമ്പോൾ നെവിൻ ഒരു സാധനം പറയുന്നുണ്ട്. അത് നെവിൻ പെടുന്ന സാധനമാണ്. വൃത്തികേടോ, നിങ്ങളെ പോലത്തെ CC തീർന്ന അംബാസിഡർ ഇവിടെ BMW ഉള്ള, അപ്പൊ നിങ്ങളെ പോലെ CC തീർന്ന അംബാസിഡർ ആണ്, അതായത് അടിച്ച് പോവാറായ നിങ്ങളെയാണോ എന്നുള്ള രീതിയിലാണ് അവിടെ ചോദിച്ചത്. അപ്പൊ അതിനർത്ഥം നെവിൻ എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ലേ? അല്ലേ? ഞാൻ നെവിനെ ഇപ്പോഴും പൂർണ്ണമായി ഒന്നും പറയുന്നില്ല. ഇവരുടെ സെന്റൻസുകളിൽ നിന്ന് ഇവരുടെ വേർഡ്സിൽ നിന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇമോഷൻസിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ റൂമിനകത്ത് അടച്ചിട്ട് പുറത്ത് ബ്ലൈൻഡ്സ് ഇട്ട് ചെവിതല കേൾക്കാൻ വയ്യാത്തത്ര വിഷയമായിരുന്നു. ജിഷിൻ അവിടെ കിടന്ന് ജിഷിന്റെ സമരവും അതിന്റെ ഡിമാൻഡുകളും, ഇവിടെ നെവിനും ഷാനവാസും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറച്ചിലും, അഭിലാഷും അക്ബറും കൂടെ നേരെ ഷാനവാസിന്റെ നേരെ തിരിയലും, അങ്ങനെ ആകെ മൊത്തം അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചന്ത ലെവലായിരുന്നു. രാത്രി ഈ പറയുന്ന പോലെ ഷാനവാസും ആദിലയും നൂറയും കൂടെ ഇരുന്ന് വീണ്ടും കൺവേ ചെയ്ത് ഇവർ ഒറ്റക്കെട്ടാവുന്നുണ്ട്. ഷാനവാസിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം ആദിലയ്ക്കും നൂറയ്ക്കും ഇപ്പൊ അവർ മനസ്സിലാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഷാനവാസ് ഇത് വീക്കെൻഡിൽ നാളെ എങ്ങനെ കാണിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഷാനവാസ് കറക്റ്റ് പറയുന്നു. ഇവിടെ ഇപ്പം നീ അങ്ങനെ പറയാൻ കാരണം നീ ഒന്ന് ആലോചിച്ച് നോക്കും, നീ എൻ്റെ അടുത്ത് അത് പറയട്ടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനതിന് പെർമിഷൻ തന്നത്. ഞാനത് പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യമല്ല. നീ അന്നേരം അവിടെ വന്ന് വൃത്തികെട്ട ഗെയിം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അവൻ ക്വസ്റ്റ്യൻ ചെയ്തു. നീ വന്ന് എൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതല്ലേ ആ കേസ്, നീ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? ഞാൻ വൃത്തികെട്ട ഗെയിം കളിച്ചു എന്ന് പറഞ്ഞു, ഞാൻ വൃത്തികെട്ട ഗെയിം കളിച്ചു എന്ന് പറഞ്ഞു. നെവിൻ എല്ലാ ക്യാമറയുടെ മുന്നിലും നടന്നു. അപ്പം നീ പറഞ്ഞ വേർഡിനകത്തൊരു സത്യമുണ്ടെന്നും അതിലെ വിക്ടിം ഞാനാണെന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് നീ അന്നേരം പറഞ്ഞപ്പോൾ നിനക്കൊരു കുഴപ്പമുണ്ടാവാതിരിക്കാൻ ഞാൻ ഈ കേസ് പറഞ്ഞു തന്നത്. പക്ഷെ നീയൊക്കെ കൂടി എന്നെ പെടുത്തി. അത് കറക്റ്റ് ഷാനവാസിന്റെ കാര്യത്തിൽ അച്ചട്ടാണ്. പക്ഷേ
ഇതിനകത്ത് പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം നെവിൻ്റെ അടുത്ത് സാറ്റർഡേ വന്ന് ഈ കേസിന് മാപ്പ് പറയാനാണ്, ഇനി ഞാൻ പറയത്തില്ല, ഇനി അത് പറയേണ്ട ആവശ്യമില്ല, ഇതെങ്ങനെയെങ്കിലും ഈ കേസിൽ സത്യം വരണം എന്നുള്ള കാര്യത്തിലാണ് ഷാനവാസ് നിൽക്കുന്നത്. രണ്ടും കൽപ്പിച്ചാണ്. നാളത്തെ വീക്കെൻഡിൽ എന്തൊക്കെ നടക്കും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം. എവിടെ ആയിപ്പോയി, ഇല്ലെങ്കിൽ നമുക്ക് ചെന്നൈയിൽ പോയി കാണാമായിരുന്നു സംഭവം. ഓക്കെ, അപ്പൊ അതാണ് വിഷയം. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ടോട്ടലി നടന്നത്. നിങ്ങൾക്ക് എന്താണ് എപ്പിസോഡിനെ കുറിച്ച് തോന്നിയെന്നുള്ളത് മസ്റ്റായിട്ട് താഴെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടേ പോവാവൂ. ഇന്ന് ജയിലിലേക്ക് റണയും ഷാനവാസിനെയും വിട്ടിട്ടില്ല. ബിക്കോസ് ഇന്നലെ നമ്മൾ അറിഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ വന്നു. BP-യും ഈ പറഞ്ഞ നെഞ്ചുവേദന എന്തോ വന്നിട്ട് അവിടെ നിന്ന് മെഡിക്കൽ റൂമിലോട്ട് എന്തോ ഷിഫ്റ്റ് ചെയ്തു. നമ്മളത് ലൈവിൽ കണ്ടിട്ടില്ല. അതിനുശേഷം ടാബ്ലറ്റ് ഒക്കെ കൊടുത്ത് വിടുന്നുണ്ട്, റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഇന്ന് റെനയും ഷാനവാസിനെയും ജയിലിൽ പൂട്ടിയിട്ടില്ല. അതാണ് കാര്യം, വേറെ ഒന്നുമല്ല ജയിലിൽ പൂട്ടാത്ത, ഇതാണ് കാര്യം. അപ്പൊ നാളെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നെക്സ്റ്റ് മൺഡേയോ പൂട്ടാനുള്ള സാധ്യത ഉണ്ട്. നാളത്തെ വീക്കെൻഡ് നിർണായകമാണ്. ഒരു അൺഫെയർ എവിക്ഷൻ നിങ്ങൾ ഉറപ്പിച്ച് വെച്ചിരുന്നോ? പിന്നെ ഒരു റീ എൻട്രി ചിലപ്പോൾ ബിൻസി എങ്ങനെ വന്നാലായി. ബിൻസി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അത് ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ആ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ പറയണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ, വിശേഷമായിട്ട് വരുന്നവരെ, അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ, റിവ്യൂ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.